നമ്മൾ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ ഇൻഫിഡിലിറ്റി ഒരു വില്ലനാണല്ലോ. അപ്പോൾ എത്രത്തോളം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇതിന് കാരണമാവുന്നുണ്ട്? അല്ലെങ്കിൽ ഇപ്പം ഡോക്ടറിന്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് എന്ന് ഡോക്ടർക്ക് തോന്നുന്നത് എന്താണ്? വാട്ട് ഈസ് ദ സൈക്കോളജി ഓഫ് ഇൻഫിഡിലിറ്റി? ഇൻഫിഡിലിറ്റി ഇപ്പോൾ ഒരു കോമൺ കാര്യം പോലാണ് എല്ലാവരും കാണുന്നത്. ഞാൻ പറയും റിലേഷൻഷിപ്പിൻ്റെ ബേസിസ് ട്രസ്റ്റ്. ട്രസ്റ്റ്. അത് ഏത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, കപ്പിൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പേരൻറ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമുക്ക് അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് റിലേഷൻഷിപ്പ് വിൽ കൊളാപ്സ്. മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ BPDസിനെ ഞാൻ ഒരുപാട് കാണാറുണ്ട്. BPDസിൻ്റെ ഒരു പ്രശ്നം അവർക്ക് ഒന്നിലും കൺസിസ്റ്റൻസി ഇല്ല, ഫിയർ ഓഫ് അബാൻമെൻറ്റുമാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ട്രോമ മാറ്റാൻ ഉടനെ അടുത്ത റിലേഷൻഷിപ്പ്. റീസെൻ്റ്ലി നമുക്ക് വന്നൊരു ഒരു ലേഡി, ഷീസ് എ പിന്നെ എന്താ പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി, ഏണിങ് വെൽ. പക്ഷേ ഇപ്പം 8 പേരുമായിട്ട് എങ്ങാണ്ട് 1 വർഷം തന്നെ ആൾക്ക് റിലേഷൻഷിപ്പുണ്ട്. അപ്പോൾ ഒരിടത്ത് പ്രശ്നം ഉണ്ടാവുമ്പം, ഒരാളുമായിട്ട് ഒന്ന് ഫൈറ്റ് ഉണ്ടാവുമ്പം അവിടെ ആ കോള് കട്ട് ചെയ്തിട്ട് നേരത്തെ ആളെ പോയി വിളിച്ച് ഇവർ തമ്മിൽ കോളിലുള്ള കോള് റെക്കോർഡ് ചെയ്ത് ഇപ്പം ഫൈറ്റ് ഉണ്ടായി ആക്കിയിട്ട് കൊടുക്കുക. ടു മേക്ക് ഹിം ജെലസ്. ജലസ്. നീ എന്നെ കെയർ ചെയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയത്. ഇനിയും കുറച്ചുകൂടെ എനിക്ക് അവൈലബിൾ ആയില്ലെങ്കിൽ ഐ ഷെയർ മൈ ബെഡ് സ്പൈസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഷെയർ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഈ ഇൻഫിഡിലിറ്റിയും ട്രസ്റ്റും ഒക്കെ ആയിട്ട് കൂടിക്കുഴഞ്ഞ് കിടക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വേണമെന്ന് പോലും ഇല്ല. ഇതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊരാളുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധത്തിലും മാനസികമായിട്ടുള്ള ബന്ധത്തിലും വരുമ്പം അതിനൊരു ലോങ് ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മളൊരു ഡ്രസ്സ് മാറുന്ന പോലല്ല, നമ്മളുടെ ഒരു ഗാഡ്ജറ്റ് മാറുന്ന പോലെ. എന്തിന് ഒരു ഗാഡ്ജറ്റ്, ഒരു ഫോൺ നമ്മൾ കുറച്ചാൾ കൂടെ കൊണ്ട് നടന്നിട്ട് അതിനെ മാറ്റുമ്പം നമുക്കൊരു ഫീലില്ലേ? നമ്മുടെ വെഹിക്കിള് കുറച്ചാൾ നമ്മൾ ഓടിച്ചുകൊണ്ട് നടന്നിട്ട് അതിലും വലിയൊരു വെഹിക്കിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും എന്തോ ഒരു ഇൻറ്റിമസി, നമ്മൾ ഷോറൂമിൽ വിട പറയുമ്പം നമുക്ക് ആ ഒരു പേഴ്സണൽ ഇൻറ്റിമസി ഇല്ലേ? അപ്പോൾ അതിനേക്കാളും ഞാൻ ചോദിക്കുന്നത്, അതിനേക്കാളും ഒക്കെ ചെറുതാണോ നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ പങ്കിടുന്ന ഒരു പാർട്ട്ണർ? അപ്പോൾ അത് നമ്മൾ ലസ്റ്റിൻ്റെ പുറകെ ചിലപ്പോൾ പോകാറില്ല. ഇപ്പോൾ പലരും പറയാറുണ്ട് എനിക്ക് സ്പേസ് കിട്ടുന്നില്ല. അതെ. പൊതുവെ പറയുന്ന റീസൺസ് ഞാൻ യൂഷ്വലി അത് ഞാൻ അങ്ങനെ ഒരു ജെൻഡർ ഇതായിട്ട് പറയുന്നതല്ല, നോ ഒഫെൻസ്, ഷിബില ശ്രദ്ധിച്ച് പറയണം. ബട്ട് സ്റ്റിൽ മെൻ എപ്പോഴും പറയുന്നത് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എൻ്റെ വൈഫിന്, അല്ലെങ്കിൽ അതാണ് യൂഷ്വൽ പറയുന്ന ഒരു റീസൺ. അല്ലെങ്കിൽ അതൊരു സൈഡ് പ്ലഷർ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതായത് വീട്ടിലറിയാതെ ഒരു സൈഡിൽ കൂടെ ഇതിങ്ങനെ കൊണ്ടുപോയി ബെഞ്ചിങ്. അങ്ങനെ പറയുന്ന. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലി പറയുന്ന റീസൺസ്. അപ്പോൾ ഇതെനിക്ക് മിയർ എക്സ്ക്യൂസസ് ആയിട്ടാണ് പൊതുവെ തോന്നാറുള്ളത്. ബട്ട് സ്റ്റിൽ എന്താണ് ഇതിൻ്റെ ഒരു സൈക്കോളജി? നമ്മളൊക്കെ ഇന്ന് ഒന്നും ലോങ് ടേമിലോടുള്ള ഇൻട്രസ്റ്റ് ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് മാറി ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ് ആവുന്നത്. റിലേഷൻഷിപ്പ് ഒന്നുമില്ല, കാരണം ഗാമോഫോബിക്കാണ്, ഫിയർ ഓഫ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഞാൻ ആജീവനാന്തകാലം ട്രസ്റ്റ് കൊടുക്കുക, ആജീവനാന്തകാലം ഒരു പേരൻ്റ് ആയിരിക്കുക, അങ്ങനെയൊക്കെ പെർഫെക്റ്റ് എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് അതായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര വലിയ ബേർഡനായിട്ടാണ് ഇന്ന് മനുഷ്യർക്ക് തോന്നുന്നത്. അത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ് കേട്ടോ. കാലഘട്ടത്തിന് നമ്മൾ ജീവിക്കുന്ന ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്ട്സും ഒക്കെ നമുക്ക് പറയാം. പക്ഷെ ഞാൻ പറയും, നമ്മൾ അങ്ങനെ മാറി മാറി നടക്കുന്നതല്ല സൊല്യൂഷൻ. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ദ സൊല്യൂഷൻ, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാം യു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരുപാട് റിസർച്ചുകൾ സൂചിപ്പിക്കുന്നതാണ്. ദോസ് ആർ ഹാവിങ് സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആൻഡ് ദോസ് ആർ ഹാവിങ് ടെമ്പററി റിലേഷൻഷിപ്പ്, ഇവരെ വെച്ചിട്ടുള്ള സ്റ്റഡീസിൽ നിന്ന് വരുന്നതാണ്. ലോങ് ടേം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ലോങ് ടേം റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്ത് സഹിച്ച് ക്ഷമിച്ച് അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതല്ല ഞാൻ മീൻ ചെയ്തത്. ഓക്കെ, ഒരു ഹെൽത്തി ആയിട്ട് പോകുന്ന ലോങ് ടേം റിലേഷൻഷിപ്പ് ഉള്ളവർ ഫിസിക്കലി മെൻ്റലി അവരുടെ കൗണ്ടർ പാർട്സിനെ വെച്ചിട്ട് ഹെൽത്തിയാണ്. അപ്പോൾ
പെട്ടെന്ന് നമ്മൾ ഈ സഡനായിട്ട് ഇമ്പൾസീവായിട്ട് പിന്നെ ഗ്യാസ് ലൈറ്റിങ്ങിലും അതുപോലത്തുള്ള നമ്മളുടെ പിന്നെ ലവ് ബോംബിങ്ങിലും ഒക്കെ വീണ് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കണം. ഇതിന് നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള നല്ലൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. എനിക്ക് അങ്ങനത്തുള്ള പിയർ പ്രഷേഴ്സ് വരുമ്പോൾ, എനിക്ക് ഇൻവിറ്റേഷൻസ് വരുമ്പോൾ ഒരു വട്ടം ചിന്തിക്കാൻ എനിക്ക് കുറേ വിഷയങ്ങളൊക്കെ കാണും എൻ്റെ റിലേഷൻഷിപ്പിൽ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് ഓടിപ്പോകുന്നതല്ല അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ളത്. 1-2 വട്ടമെങ്കിലും ചിന്തിക്കാനുള്ള കുറച്ചൊരു ഇമോഷണൽ സ്ട്രെങ്ത് ഒക്കെ നമുക്കുണ്ടായിരിക്കണം. ഇന്ന് ഒത്തിരിയാണ്. പഴയ പോലല്ല. ഞാനിപ്പോൾ അടുത്തിടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് മറ്റൊരാളെ തേടുന്ന സ്ത്രീ എന്നാണ് അതിൻ്റെ ടോപ്പിക്ക് തന്നെ. അപ്പം മറ്റൊരാളെ ഒരു സ്ത്രീ തേടുന്നത് ഇന്ന് ഫിസിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവളുടെ ഇമോഷണൽ നീഡിനും കൂടെയാണ്. വൈ ഷീ ഈസ് ദാറ്റ് മച്ച് ഇമോഷണലി നീഡ്ഫുൾ? ഒരു നല്ല വൈകാരികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അവൾക്കോ അവനോ ഇല്ലാതെ വരുമ്പോഴാണ് മിയർ പ്ലഷേഴ്സിലേക്കും സ്ട്രെസ് ബ്ലസ്റ്റേഴ്സായിട്ട് ഇന്ന് പലരും ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ, സെക്ഷൽ റിലേഷൻഷിപ്പിനെ എക്സാക്ട്ലി ഒരു സ്ട്രെസ് ബ്ലസ്റ്ററായിട്ടാണ് കാണുന്നത്. എൻ്റെ സ്ട്രെസ്സെല്ലാം പോയി ഒന്ന് കത്തിച്ച് കളയാൻ. പിന്നെ വെറൈറ്റി ഫുഡിൽ വെറൈറ്റി ഉള്ള പോലെ തന്നെ ചിലർക്ക് തമാശയായിട്ട് ചോദിക്കാന്ന്, എന്നും വീട്ടിലെ കഞ്ഞിയും കപ്പയും കഴിച്ചാൽ മതിയോ? എന്നും വീട്ടിലെ ചോറും തൈരും കഴിച്ചാൽ മതിയോ? ഡോണ്ട് കമ്പയർ വിത്ത് യുവർ എന്താ പറയുന്നത് ഡെയിലി റുട്ടീൻ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ ഒന്നുള്ളതല്ല റിലേഷൻഷിപ്പ്. എന്ന് പറഞ്ഞിട്ട് ആജീവനാന്ത കാലം എന്താ പറയുന്ന ഒരു പാരനോയിക് ആയിട്ടുള്ള അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് കിടക്കണമെന്ന് അല്ല. ആരും അങ്ങനെ പോയിട്ട് കമൻറ്റ് ഇടാതിരിക്കുക. അതല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. ബട്ട് റിലേഷൻഷിപ്പ് ഈസ് സംതിങ് ലോങ് ലാസ്റ്റിംഗ്. അതിനകത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കുക, പലവട്ടം നോക്കുക, ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുക. നിങ്ങളുടെ മാച്ച് ഓക്കെ ആയിരിക്കുമോ എന്നുള്ളത് എക്സ്പെർട്ട് ഒപ്പീനിയൻസ് എടുക്കേണ്ട അടുത്ത് നിന്ന് ഒപ്പീനിയൻസ് എടുക്കുക. ഞാൻ പറയും ജാതകം നോക്കുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ ചില കൾച്ചറൽ റിച്വൽസ് ഉണ്ടല്ലോ, അതിനേക്കാളും ഒക്കെ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മെൻ്റലി ഉള്ള കോമ്പാക്റ്റബിലിറ്റി, പേഴ്സണാലിറ്റി കോമ്പാക്റ്റബിലിറ്റി ഒക്കെയാണ്. പക്ഷെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇന്ന് അതിൽ അവെയർ ആണ് കേട്ടോ. ഐ റിയലി പ്രൗഡ് ഓഫ് സച്ച് യങ്സ്റ്റേഴ്സ്.